പഠിച്ച കള്ളനെന്ന് കേട്ടിട്ടുണ്ട്, പഠിച്ച കർഷകനെന്ന് കേട്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ പറഞ്ഞു തുടങ്ങാം. കാരണം ഇന്ന് കൃഷിയിലേക്ക് എത്തുന്നവരിൽ അധികവും ഉന്നത വിദ്യാഭ്യാസമുള്ള, കൃഷി നന്നായി പഠിച്ച ന്യൂ ജനറേഷൻ കർഷകരാണ്. കാർഷിക മേഖലയുടെ കണ്ടകശിനി എല്ലാം മാറി പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ മുളച്ചു തുടങ്ങുന്നു എന്ന് കരുതാം. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം പഞ്ചായത്തിലെ മികച്ച കർഷകരിൽ ഒരാളായ പ്രഭാകരക്കുറുപ്പിന്റെ മകൻ വിഷ്ണു തന്നെ ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പാസ്സായി സൗദിയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായി ജോലി നോക്കുമ്പോഴും ഈ മലയാള മണ്ണിന്റെ പച്ചപ്പും ഹരിതാപയും ഒക്കെയായിരുന്നു വിഷ്ണുവിന്റെ മനസ്സ്. ജോലി മതിയാക്കി നാട്ടിലെത്തി പശുകൃഷി പുതിയ മേച്ചിൽപ്പുറമാക്കി. വെറും പശുകൃഷിയല്ല കേട്ടോ, പശുവിനെ മൂലധനമാക്കിക്കൊണ്ട് ഒരൊന്നൊന്നര മൂല്യവർദ്ധിത ബിസിനസ്. അപ്പോ കാണാം പൂരം ന്യൂ ജനറേഷൻ കർഷകന്റെ കാലത്തിനൊത്ത പശുകൃഷി. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് പരമാവധി ആൾക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഗോശാലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം പഞ്ചായത്തിലെ നിരിയാമ്പൽ വീട്ടിൽ വിഷ്ണു എന്ന യുവ കർഷകന്റെ ഗോശാലയിൽ ഏതാണ്ട് ഒരു 10 പശുക്കളാണ് ഈ ഗോശാലയിലുള്ളത്. ജേഴ്സി ഹോൾസ്റ്റൈൻ ഫ്രീഷൻ ഇനത്തിൽപ്പെട്ട HF എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട പശുക്കൾ. ഏതാണ്ട് പ്രതിദിനം 170 ലിറ്ററാണ് പാല് കിട്ടുന്നത്. പാല് ആവശ്യക്കാര് സമീപപ്രദേശത്തുള്ള വീട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള പാല് വാങ്ങിച്ചുകൊണ്ട് പോകും. കൂടാതെ പാൽ സൊസൈറ്റിയിലും പാൽ അളക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും അല്ല കാര്യം കേട്ടോ. വിഷ്ണു വളരെ ബുദ്ധിയുള്ള കർഷകനാണ്. ഒരു പശുവിൽ നിന്ന് പരമാവധി എത്രത്തോളം ആദായം ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ വിഷ്ണുവിനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ മാതൃകയാക്കേണ്ട ഒരു കർഷകനാണ്. ഒരു പശുവിൽ നിന്ന് നമ്മളൊക്കെ വിചാരിക്കും പാല് മാത്രമാണ് ആദായം. അല്ല, പാല് മാത്രമല്ല, വിഷ്ണുവിന് പശുവിൽ നിന്നുള്ള എല്ലാം വരുമാനമാണ്. ഇതിന്റെ ഗോമൂത്രം പ്രത്യേകമായി ശേഖരിക്കുന്നുണ്ട്. ചാണകം അത് കമ്പോസ്റ്റാക്കി മാറ്റുകയാണ്. കമ്പോസ്റ്റാക്കി അവരുടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന കൂടാതെ ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാല് തൈരാക്കി വിൽക്കുക. അപ്പൊ 1.5 ലിറ്റർ പാലുണ്ടെങ്കിൽ ഏതാണ്ട് 1 ലിറ്റർ തൈര് കിട്ടും. 1 ലിറ്റർ തൈരിന്റെ ഏതാണ്ട് 70 രൂപ വിലയുണ്ട്. തൈരുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്ന് വെണ്ണ വെട്ടിയെടുക്കും. 1 കിലോ നെയ്ക്ക് ഇപ്പൊ 1000 രൂപ വിലയുണ്ട്. അപ്പൊ അത്തരത്തില് ക്ഷീര ഉൽപ്പന്നങ്ങൾ, വിവിധ തരത്തിലുള്ള ക്ഷീര ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ വളം, ഗോമൂത്രം, ഇതെല്ലാം വിഷ്ണുവിനെ സംബന്ധിച്ച് ആദായ മാർഗമാണ്. തീർച്ചയായിട്ടും നമ്മൾ മാതൃകയാക്കേണ്ട ഒരു കൃഷിക്കാരനാണ്. ഹായ്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നമാണ് എൻ്റെ സ്വദേശം. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞ് അതിനുശേഷം വിദേശത്ത് കഴിഞ്ഞ ഒരു 3 വർഷമായി ജോലി ചെയ്ത് വരികയായിരുന്നു. എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ പണ്ട് മുതൽക്കേ കൃഷി ഒരു പ്രധാന വരുമാന മാർഗമായി കണ്ടുവരുന്ന ഒരു കുടുംബമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ ഉള്ളിൽ കൃഷി എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 3 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത് അവിടെ നിന്ന് ഞാൻ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു സമ്മിശ്ര കർഷകൻ എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള കൃഷികൾ ചെയ്തു തുടങ്ങി. അതിനോടൊപ്പം തന്നെ പശുവിനെയും ഞാൻ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പരമ്പരാഗത രീതിയിൽ നമ്മൾ കണ്ടുവരാറുള്ളത് പശുവിനെ വളർത്തുന്നു, ആ പശുവിൽ നിന്ന് നമ്മൾ പാൽ ഉൽപ്പാദിപ്പിക്കുക മാത്രമാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. നമ്മൾ ഒരു പശുവിനെ വളർത്തുമ്പോൾ ആ ഒരു പശുവിൽ നിന്ന് നമുക്ക് പരമാവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നല്ല രീതിയിൽ ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. കാരണം ഇപ്പോൾ നമ്മൾ ഒരു പശുവിനെ വളർത്തുമ്പോൾ അതിൽ നിന്ന് പാല് മാത്രം ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൃഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നഷ്ടത്തിൽ മാത്രമേ തീരത്തുള്ളൂ. പക്ഷെ നമ്മൾ അതിൽ നിന്ന് പരമാവധി ഈ പറയുന്ന പാലിൽ നിന്ന് തന്നെ നെയ്യ്, തൈര്, ഇങ്ങനെയൊക്കെയുള്ള, ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ മോഡേൺ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഈ പറയുന്ന പാലിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പം ഒരു പശുവിൽ നമുക്ക് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വരുമാനം ഉണ്ടാക്കുക. കൃഷിയിലേക്ക് ഞാൻ കടന്നു വന്നപ്പോഴും ഞാൻ പ്രധാനമായി കേട്ടുകൊണ്ടിരുന്ന ഒരു പരാതിയായിരുന്നു, ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ട് കൃഷിയിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൃഷിയിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത് എന്ന് എപ്പോഴും കേൾക്കുന്നതാണ്. ഞാൻ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറഞ്ഞത് കൃഷിയിലുള്ള എൻ്റെ താല്പര്യമാണ്. ഇഷ്ടമില്ലാത്തൊരു ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങളെ പിന്തുടർന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പശു വളർത്തലിന്റെ കാര്യത്തിൽ നമുക്ക് ആദ്യം വേണ്ടതും ഈ പറയുന്ന ഒരു താല്പര്യം എന്ന് പറയുന്നതാണ്. പശു വളർത്തലിനുള്ള ഒരു താല്പര്യമാണ് പ്രധാനം. ഏകദേശം 150 ലിറ്ററിനടുത്ത് പാല് നമുക്ക് ദിവസവും കിട്ടാറുണ്ട്. രാവിലെയും വൈകിട്ടും കറവയുണ്ട്.
ഇതിൽ കിട്ടുന്ന പാലിൽ നിന്നും ഒരു പങ്ക് നമ്മൾ നമ്മുടെ അടുത്തുള്ള സൊസൈറ്റിയിൽ, മിൽമയുടെ സൊസൈറ്റിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ബാക്കി വരുന്ന പാലുകൾ, അതായത് വീട്ടിൽ എപ്പോഴും ഒരു പാലഴി ആയിരിക്കും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ശുദ്ധമായ രീതിയിലുള്ള പാല് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അച്ഛന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിലാണ് പാചകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സഹായിക്കുന്നതിന് ഞാൻ കൂടെ പോകാറുണ്ട്. അപ്പോൾ പരമാവധി നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പാലും തന്നെയാണ് നമ്മുടെ സദ്യക്കായിട്ട് അല്ലെ പാചകത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പായസം ഒക്കെ ഉണ്ടാക്കുന്നതിനും നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെ നമ്മുടെ ഈ ഫാമിൽ നിന്നുള്ള പാല് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അടുത്തുള്ള വീടുകളിലേക്കും പാല് നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും അതേപോലെ തന്നെ ഇത് കഴിക്കുന്ന ആൾക്കും ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നതുണ്ട്. കാരണം ശുദ്ധമായ രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആളിനും അതുകൊണ്ട് ഗുണമുണ്ടാകുകയാണ് ചെയ്യുന്നത്. ഏകദേശം 3 ഏക്കറോളം സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പശു വളർത്തൽ കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പശുവിനെ നമ്മൾ മേയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കൃഷിയിടങ്ങളിലേക്ക് വിടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പുല്ലുകളൊക്കെ വളർന്നു നിൽക്കുന്നത് പശു ഭക്ഷണമാക്കുകയും നമുക്ക് നമ്മളുടെ കൃഷിസ്ഥലം നമുക്ക് വൃത്തിയായി കിട്ടുകയും ചെയ്യുന്നു. പ്രധാനമായും പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് തീറ്റ പുല്ലാണ്. അത് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 50 സെന്റ് സ്ഥലത്ത് ഞങ്ങൾ തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാലിത്തീറ്റ, പെല്ലറ്റ് ആയിട്ടുള്ള കാലിത്തീറ്റയാണ് നമ്മൾ പിന്നീട് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ധാന്യപ്പൊടി, ജേഴ്സി പിണ്ണാക്ക്, അതേപോലെ തന്നെ തവിടുകൾ, അവലിന്റെ തവിട്, ഇങ്ങനെയൊക്കെയുള്ള ആഹാര സാധനങ്ങളാണ് നമ്മൾ പശുക്കൾക്ക് ഇവിടെ കൊടുക്കാറുള്ളത്. ഞങ്ങളൊരു സമ്മിശ്ര കൃഷി ചെയ്യുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ഞാനും, ഞങ്ങൾ 3 പേരും ചേർന്നാണ് കൃഷിയുടെ എല്ലാ ജോലികളും ചെയ്യുന്നത്. പ്രധാനമായും ഞാൻ പശു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ചെയ്യാറുള്ളത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ 10 പശുക്കളെ വളർത്തുന്നുണ്ട്. ആ 10 പശുക്കളിൽ നിന്ന് ലഭിക്കുന്ന പാലിൽ നിന്നും എനിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പരമാവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഞാനിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പാദിപ്പിക്കുന്ന തൈര് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന സദ്യയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നും നമുക്ക് ഈ തൈരിനൊരു വില ലഭിക്കുന്നു. കൂടാതെ നല്ല വസ്തു ഉപയോഗിച്ച്, നല്ല തൈര് ഉപയോഗിച്ച്, ശുദ്ധമായ തൈര് ഉപയോഗിച്ച് നമുക്ക് സദ്യ കൊടുക്കാൻ പറ്റി എന്നുള്ള ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുന്നതാണ് അതിൽ നിന്ന്. ഇതിപ്പോൾ നമ്മുടെ ഫാമിലെ പശുക്കളുടെ പാലിൽ നിന്ന് തന്നെ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന നെയ്യാണിത്. ഇതിപ്പം വീട്ടിൽ എൻ്റെ അച്ഛന് ഒരു കാറ്ററിംഗ് സർവീസ്, അതായത് നമ്മുടെ നാടൻ സദ്യയുടെ ഒരു ജോലി ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് എടുത്ത് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നെയ്യെല്ലാം നമ്മുടെ സ്വന്തം ഫാമിൽ നിന്നുള്ള പാലിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു നെയ്ക്കുന്ന ഇതെന്ന് പറയുമ്പോൾ 1 കിലോ നെയ്യുടെ ഒരു കുപ്പിയാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന 1 കിലോ നെയ്ക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഏകദേശം 700 രൂപയ്ക്കാണ് വില. പക്ഷെ ഇത് അത്രയ്ക്കും ശുദ്ധമായ നെയ്യാണ്. അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിച്ച് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1 കിലോ നെയ്ക്ക് നമ്മളൊരു 1000 രൂപയ്ക്കാണ് ഇപ്പോൾ സാധാരണ വില വരുന്നത്. നമ്മളും ആ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഈ കാണുന്ന വിഷ്ണുവിന്റെ തൊഴുത്തിലെ പശുക്കളുടെ ചാണകം ശേഖരിക്കുന്ന ഒരു കുഴിയാണ്. ഈ കുഴിക്ക് മേൽപ്പുരയൊക്കെ ഉണ്ട്. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഈ കുഴി എടുത്തിരിക്കുന്നത്. പതിവായിട്ട് ശേഖരിക്കുന്ന ചാണകം ഈ കുഴിയിൽ കൊണ്ടിട്ട് ഏതാണ്ട് 1 വർഷത്തോളം ഈ കുഴിയിൽ കിടന്ന് ഇത് പരുവപ്പെട്ട് നല്ല പൊടിഞ്ഞ് വൃത്തിയായതിനു ശേഷം ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ വെട്ടിയ വാഴക്കൊലയുടെ വാഴത്തടി, വാഴപ്പിണ്ടി ഇതെല്ലാം വെട്ടിയരിഞ്ഞിടും. മറ്റ് ജൈവാവശിഷ്ടങ്ങളൊക്കെ ഇടും. അങ്ങനെ നല്ല പരുവപ്പെട്ട 1-ാം തരം കമ്പോസ്റ്റ് വളമായിട്ട് ഈ ചാണകത്തിനെ മാറ്റുകയാണ്. ഇപ്പൊ ചാണകത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാണകം സാധാരണ കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ തെങ്ങിന് ഭീഷണിയായിട്ടുള്ള കുണ്ടളപ്പുഴു, കറുത്ത ചെല്ലിയുടെ ഇത് മുട്ടയിടുന്നത് ഈ ചാണകത്തിലാണ്. അങ്ങനെ മുട്ടയിട്ട് കുണ്ടളപ്പുഴു ഉണ്ടാവാതിരിക്കാൻ ഈ കാണുന്ന ഒരുവേരൻ എന്ന ചെടിയാണ്. ഈ ഒരുവേരൻ സമൂലം പിഴുത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കുഴിയിൽ ഇവർ ഇട്ടുകൊണ്ട് ഈ ചാണകം നല്ല ഈ കുണ്ടളപ്പുഴു ഇല്ലാത്ത രീതി ഇത് അഴുകി ചേരുമ്പോൾ ഇതിലുള്ള ചില രാസവസ്തുക്കൾ ഈ പറയുന്ന കൊമ്പൻ ചെല്ലിയുടെ മുട്ടകളെ വിരിയിക്കാൻ സമ്മതിക്കുന്നത്. അഥവാ വിരിഞ്ഞാൽ തന്നെ അതിന് കൈയും കാലും ഒന്നും ഉണ്ടാവില്ല. ഒരു അപക്വമായ ഒരു കുഞ്ഞായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം അത് പിന്നെ ഒരു ചെല്ലിയായി മാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത.